ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പാറ്റേൺസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അബുദാബിയിലെ ഒരു ഓർഗാനിക് ഫാമിലെ വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിലെ പോലെ ഒരു കിടിലം വൈബ് കിട്ടുന്ന ഒരു ഫാം ഹൗസ് തന്നെയായിരുന്നു അബുദാബിയിലെ അൽ റഹബ ഫാം. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാം. ഇതാണ് ഫാമിലെ എൻട്രൻസ് ഏരിയ. നമ്മൾക്കിനി അകത്തോട്ട് പോയി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. കാര്യമായ തിരക്കുകളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാം കാണാനും വീഡിയോ എടുക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഫാമിൻ്റെ എൻട്രൻസിലായിട്ട് കാണാൻ പറ്റിയത് അവരുടേതായ കുറച്ച് പച്ചക്കറികളും പിന്നെ കോഴിയുടെയും താറാവിൻ്റെയും നല്ല നാടൻ ഫ്രഷ് മുട്ടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവർ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പ്ലേ ഗ്രൗണ്ട് തന്നെയായിരുന്നു. തൃശ്ശൂർ സ്വദേശികളായ ജിൻഡോയും ഭാര്യ ജെമിയും കൂടിയിട്ടാണ് ഇതിവിടെ നടത്തി വരുന്നത്. ഏകദേശം 8 വർഷത്തോളമായി ഈ ഫാം നടത്തി വരുന്നു. ഇവരുടെ സ്പോൺസറായ ഒരു ലോക്കൽ അറബി അബ്ദുള്ള അൽ സാബിയാണ് ഈ ഫാം അവരെ നടത്താൻ ഏൽപ്പിച്ചത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്. കാഴ്ചക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഹോം സ്റ്റേ മാത്രമല്ല, ഓരോ ഇവൻറ്റ്സും ഇവിടെ നടത്താനുള്ള സൗകര്യങ്ങളും ഇവിടെ ഇവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് മിസ്സാവുന്ന കുറേ കാഴ്ചകളായിരുന്നു ഇവിടെ കാണാൻ പറ്റിയത്. ആട്, കോഴി, താറാവ് അങ്ങനെയുള്ള കുറച്ച് പക്ഷിമൃഗാദികളും അവരുമായി ഇടപഴകി ആസ്വദിക്കാനുള്ള അവസരം തന്നെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണുന്നത് സെലിബ്രേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റേജാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ലക്ഷറീസ് ആയിട്ടുള്ള റിസോർട്ടോ ഫാം ഹൗസോ അല്ല, വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലായിരുന്നു ഇവിടെ എല്ലാ സ്റ്റേയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വൈഫൈയോ TV സൗകര്യമോ അങ്ങനെ ലക്ഷറീസ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ പക്ഷിമൃഗാദികളെ കാണലും പച്ചക്കറിത്തോട്ടത്തിലൂടെ നടക്കാനും അങ്ങനെയുള്ള ഫുൾ ആക്ടിവിറ്റീസ് ആണ് ഇവരിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു മടുപ്പ് തോന്നില്ല. വളരെ ആസ്വദിച്ച് തന്നെ ഇത് കണ്ട് തിരിച്ചു പോകാൻ പറ്റും.
പിന്നെ എനിക്ക് അട്രാക്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ മുകളിൽ കയറി ഈ ഫാമിൻ്റെ കംപ്ലീറ്റ് വ്യൂവും കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ ഈ പനയുടെ മുകളിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഇവരുടേതായ അൽ റഹബ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. തനി നാടൻ ഫുഡായിരുന്നു ഇവരിവിടെ സെർവ് ചെയ്തിരുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചായിരുന്നു അവരുടെ ഫുഡ് തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തനി നാടൻ ശൈലിയായിരുന്നു ഫുഡിനുണ്ടായിരുന്നത്. വളരെ ആസ്വദിച്ച് ഫുഡ് കഴിച്ചു ഞങ്ങളെല്ലാവരും. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇവരുടെ പച്ചക്കറി തോട്ടത്തിലേക്കാണ്. കൃഷിത്തോട്ടത്തിൽ മെയിനായിട്ട് കാണാൻ പറ്റിയത് പാവയ്ക്കായിരുന്നു. പാവയ്ക്ക കൂടാതെ ക്യാബേജ്, ചോളം, കൊക്കുംബർ, പിന്നെ സാലഡിന് ആവശ്യമായ കുറേ ഇലകൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സീസൺ അനുസരിച്ച് ഇവരെ കൃഷിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇവരിവിടെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ സെയിലിനുണ്ട്. വളരെ ചെറിയ വിലക്ക് തന്നെ ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കാണാൻ പറ്റിയ ഒരു തോട്ടമായിരുന്നു ഷമാമിൻ്റെ തോട്ടം. ഒരുപാട് ഷമാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് പാവക്കത്തോട്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ക്യാബേജ്, ചോളം, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ആ കാഴ്ചകളിലേക്ക് ഞങ്ങൾക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് അബുദാബിയിലെ അൽ റഹബ ഫാമിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.